താരയും മഹേഷുമായി ഇങ്ങനൊരു ബന്ധമുണ്ടായിരുന്നെന്നും നിങ്ങൾ തമ്മിൽ കല്യാണം കഴിച്ച് ഒരുപാട് നാൾ ജീവിച്ചിരുന്നു എന്നൊക്കെ ഞാൻ അറിയുന്നത് ഈ അവസാന സമയത്താണ്. ഞാൻ പറയാതെ തന്നെ അറിയാലോ താരയ്ക്ക് മഹേഷിന്റെ ഒരു ക്യാരക്ടർ. അവനങ്ങനെ കുടുംബ ബന്ധങ്ങൾ, അങ്ങനെ യാതൊരു സെന്റിമെന്റ്സും ഇല്ല. സത്യത്തിൽ നിങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷിച്ചു. അങ്ങനെ താരയുടെ അഡ്രസ് തേടി പിടിച്ചാ ഞാൻ വന്നത്. ഒന്നും വേണ്ട, അവൻ എവിടെയുണ്ടെന്ന് അറിയാൻ വേണ്ടി മാത്രം. പറ താര, സത്യം പറ, നിങ്ങൾ തമ്മിൽ എന്തായിരുന്നു ഇഷ്യൂ? പിരിയാൻ എന്താ കാരണം? അവനെ സംബന്ധിച്ചിടത്തോളം ലോകത്തൊരു പെണ്ണിനും അംഗീകരിക്കാനും വിശ്വസിക്കാനും പറ്റാത്തൊരു ക്യാരക്ടർ അവൻ്റേത്. എന്നിട്ടും ഇറ്റ്സ് ഓക്കെ, എനിക്ക് അവനിപ്പോ എവിടെ ഉണ്ടെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു മഹേഷിന്. നിങ്ങൾ ചിന്തിക്കുന്നതിനും സ്വപ്നം കാണുന്നതിനേക്കാളും അപ്പുറമായിരുന്നു മഹേഷിന്റെ ലോകം. പരസ്പരം അറിഞ്ഞും വിശ്വസിച്ചും ഞങ്ങൾ തമ്മിൽ ജീവിച്ചു കുറെ കാലം. പക്ഷെ ഇപ്പൊ സംഭവിച്ചതൊന്നും ഒരിക്കലും മഹേഷിന്റെ തെറ്റല്ല. എന്റെ ഡാഡിയും പിന്നെ ഡാഡി എന്ത് പറഞ്ഞാലും അനുസരിക്കാൻ കാത്തു നിൽക്കുന്ന റോണിയും, അവര് ഈ ബന്ധത്തിനെതിരെ നിന്നതും മഹേഷിനെ എന്നിൽ നിന്ന് അകറ്റിയതും. പക്ഷെ ഇന്ന് ഞാൻ കാത്തിരിക്കുന്നത് എന്റെ മഹേഷിന് വേണ്ടിയിട്ടാ. എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് മഹേഷിനോടൊപ്പം മാത്രമായിരിക്കും. ഒരു ദിവസം മുംബൈയിലെ ഞങ്ങളുടെ ഫ്ളാറ്റിൽ നിന്നും വിളിച്ചിറക്കിക്കൊണ്ടുവന്നതാ എന്റെ ഡാഡി. അതിനുശേഷം ഒരു കോണ്ടാക്റ്റും ഇല്ല എനിക്ക് മഹേഷുമായിട്ട്. എന്താ സംഭവിച്ചെന്ന് പോലും എനിക്കറിയില്ല. സമ്മതിച്ചു. പക്ഷേ ഒരു കാര്യം മാത്രം താര എനിക്ക് ഉറപ്പ് തന്നാ മതി. ഞാൻ അവനെ കണ്ടുപിടിക്കാം, എവിടെ ഉണ്ടെങ്കിലും. അവൻ തിരിച്ചു വരുമ്പോ സ്വീകരിക്കാൻ താര തയ്യാറാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി എനിക്ക്. ആ ഒരു കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഈ ഒരു ജന്മം മഹേഷിന് വേണ്ടിയുള്ളതാ, മഹേഷിന് വേണ്ടി മാത്രം.